ഞങ്ങളെ പോലും സംസാരിക്കാൻ അനുവദിക്കില്ല അങ്ങോട്ട്. അപ്പൊ അത് ബൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ്. എങ്ങനെയാണിത്? 11 മണിക്കാണ് പത്രസമ്മേളനമെന്നും പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. അറിയിപ്പനുസരിച്ച് മാധ്യമപ്രവർത്തകരെത്തിയെങ്കിലും പത്രസമ്മേളനം 3/4 മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത്. പിന്നതേ വന്നിരുന്ന് ഈ ചിരിയാണ്. പലതരം ചിരികൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ വരെ ചിരിച്ചു. മറ്റു തരത്തിൽ സഞ്ചരിച്ച് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്ത് കൊഞ്ഞനാ? വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും നിർണായകമായ പത്രസമ്മേളനം. പക്ഷെ വന്നിരുന്ന് എന്താണോ എന്തോ കിളി പറന്നതുപോലെ അല്ലെങ്കിൽ കിളി പറത്തുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് ചിരി. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് വേണ്ടി ഒരു PR ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടോ? PR ഏജൻസിയുടെ നിർദ്ദേശാനുസരണം എന്ന് പറഞ്ഞുകൊണ്ട് ദ ഹിന്ദു നടത്തിയ പ്രതികരണം തെറ്റോ ശരിയോ എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഏജൻസിക്കും ഇതിന്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ മകളെയോ മരുമകനെയോ കുടുംബത്തെ തന്നെ സംരക്ഷിക്കാനാണോ MR അജിത് കുമാർ എങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഭൂമി കുലുക്കുന്ന പോലൊരു അട്ടഹാസം. കുടുംബത്തിന് വേണ്ടിയാണ് അങ്ങ് ചില കാര്യങ്ങൾ അജിത് കുമാറിന് വിട്ടുവീഴ്ച എന്നുള്ള മരുമകന് വേണ്ടിയാണെന്നുള്ള ആരോപണങ്ങൾ എഴുതി. എന്താ ഞാൻ പറയാ? അതിന് എന്താ പറയേണ്ടത്? നിങ്ങള് പറ, ഞാൻ എന്താ പറയേണ്ടത്? ഹിന്ദുവിന് അഭിമുഖം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ആ മുറിയിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഒരു മുൻ MLA മകനുണ്ടായിരുന്നു, PR ഏജൻസിയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ പുള്ളി പറയുവാ, കേരള ഹൗസിൽ ആരാക്കെ കയറി വരിക, ഞാൻ ഒരു മുഖ്യമന്ത്രിയാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ആരൊക്കെ വരുന്നു പോകുന്നു. അല്ല, ഇതെന്ത് ചന്തയാണ്? അത്രയ്ക്ക് സുരക്ഷാ വീഴ്ചയാണോ അവിടെ? ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാ? അത്ര ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്ക് അറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. പട്ടി ചന്തയിൽ പോയതുപോലെ കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമാണോ കേരള ഹൗസ്? അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുമ്പോ ആ മുറിയിലേക്ക് ആരും അങ്ങനെ കയറി ചെല്ലൂ? കറുത്ത മാസ്ക് വെച്ചതിന്, കറുത്ത വസ്ത്രം ധരിച്ചതിന് പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഭയന്ന് അവരെ പിടിച്ച് അകത്താക്കിയ സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്, പോലീസാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരു അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുമ്പോ ആ മുറിയിൽ ഏതോ ഒരുത്തം വന്നിരുന്നത്ര കൊള്ളാം. അല്ല, ഇത് ചിരിച്ചു കളയേണ്ട വിഷയമല്ല, കലാപത്തിന് വരെ കാരണമാകുന്ന പരാമർശമാണ്. മലപ്പുറത്ത് സ്വർണം കടത്തി വരുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അത്തരത്തിലൊരു ആക്ഷേപമാണ് ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചിരി നിർത്താൻ പറ്റണില്ല. ADGP MR അജിത് കുമാർ തുടർച്ചയായി RSS നേതാക്കളെ കണ്ടതിനെ കുറിച്ചുള്ള പ്രതികരണം മുഖ്യമന്ത്രിയോട് ആരാഞ്ഞപ്പോൾ ആ ചിരി അങ്ങ് കറുത്തു, ഉരുണ്ട് മെഴുകി. സത്യം പറയാല, അട്ടഹാസം കടുത്തത് കൊണ്ടായിരിക്കാം. ഇതിൽ കൂടുതൽ ചോദിക്കാനുള്ള ധൈര്യം അവിടെ ഇരുന്ന മാധ്യമപ്രവർത്തകർക്കും ഉണ്ടായില്ല. ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട്. ഇപ്പൊ അല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എടുത്ത മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട്. ആ അട്ടഹാസം ഇങ്ങനെ മീഡിയ റൂമിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞങ്ങളെ പോലും സംസാരിക്കാൻ അനുവദിക്കില്ല അങ്ങോട്ട്.